ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണ മാനസയോട് ദേഷ്യത്തോടെ തന്നെ ഇറങ്ങിപ്പോകാൻ പറയുന്നതിന് മുമ്പ് തന്നെ ഇവിടുന്ന് നിനക്ക് പോകുന്നതാണ് നല്ലത് എന്നിങ്ങനെ പറയുന്നതും അത് കേട്ട് സഹിക്കാനാവാതെ മാനസ കൃഷ് തന്റെ വിരലിൽ അണിയിച്ച ആ മോതിരം കൃഷ്ണന് തന്നെ കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കുകയാണ് ഇതെന്താണെന്ന് അറിയുമെന്ന്. അപ്പൊ കൃഷ് വളരെ നിസാരമായിട്ട് പറയുന്നുണ്ട്, അറിയാലോ, ഇതൊരു സ്വർണ്ണ മോതിരം, ജ്വല്ലറിയിലൊക്കെ വാങ്ങാൻ കിട്ടും, ഇപ്പൊ നല്ല വിലയാ. തന്നെ കൃഷ് കളിയാക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന മാനസ കൃഷിനെ അത് ചോദ്യം ചെയ്യുന്നതുകൊണ്ട് ഒടുവിൽ കൃഷ് ഗെറ്റ് ലോസ്റ്റ് പറയുകയാണ് മാനസയോട്. അതേസമയം മാനസ ചിന്തിക്കുന്നത് പോയി തൊലയാനെന്നല്ലേ, ഞാൻ ഇപ്പൊ പോകുക, പക്ഷേ ഞാൻ തിരിച്ചു വരും, ഈ കുടുംബം കുളം തോണ്ടുന്ന പ്രതികാരവുമായിട്ട് ഞാൻ തിരികെ വരും, എണ്ണി എണ്ണി കണക്ക് പറയിപ്പിക്കുകയും ചെയ്യും എന്നിങ്ങനെയാണ്. ശേഷം കൃഷ്ണനോട് സോറിയൊക്കെ പറയുന്നുണ്ട് മാനസ. പറഞ്ഞു പറഞ്ഞ് ഞാനങ്ങോട്ട് നിയന്ത്രണം വിട്ടുപോയെന്നും കൃഷ്ണന്റെ എല്ലാ വിവാഹ മംഗളാശംസകളും, ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ എന്നൊക്കെ പറഞ്ഞ് മാനസ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. കൃഷ്ണനാണെങ്കിലും മാനസ പോയത് കാണുമ്പോൾ ആശ്വാസമാകുന്നു. പിന്നീട് സുജാത ഇവിടെ കൺമണിയുടെ വീട്ടിലാണല്ലോ. കൺമണിയോട് വന്നിട്ട് ചോദിക്കുകയാണ്, നീ വിചാരിച്ച കാര്യമെല്ലാം സാധിച്ചെടുത്തു അല്ലേ? കഴിഞ്ഞതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം, പക്ഷേ ഒന്നും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. നീ ഇനി മുതൽ എൻ്റെ മകൻ്റെ ഭാര്യ തന്നെയാണ്, എൻ്റെ വീട്ടിലെ പുതിയ അംഗമായിട്ട് വന്ന് കയറാൻ പോവുകയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതൊന്നുമല്ല, എൻ്റെ മനസ്സിൻ്റെ അവസ്ഥ നീ അറിയണം, എങ്കിലേ എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടും. കൺമണിക്ക് ഇതെല്ലാം കേട്ട് വിഷമമാകുന്നുണ്ട്. സുജാതയുടെ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ സുജാത അത് തുറന്നു തന്നെ പറയുകയാണ്, നിങ്ങളുടെ വിവാഹത്തിന് പൂർണ്ണ സമ്മതത്തോടെ അല്ല ഞാൻ സമ്മതിച്ചിരിക്കുന്നത്, സത്യമാണ് ഞാൻ പറഞ്ഞത്. നിനക്ക് സ്വപ്നം ഉണ്ടായിരുന്നത് പോലെ തന്നെ എൻ്റെ മകൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണിനെ കുറിച്ച് എനിക്കുമുണ്ട് പ്രതീക്ഷകൾ. പക്ഷേ പ്രതീക്ഷിച്ച പോലെ ഒന്നുമല്ല സംഭവിച്ചത്. ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിലും കിട്ടിയതിൽ സന്തോഷിക്കണമെന്നൊക്കെ പറയും, പക്ഷേ എനിക്കതിന് സാധിക്കുന്നില്ല കൺമണി. നിന്നെ എൻ്റെ മരുമകളാക്കി കാണാൻ എനിക്ക് പറ്റുന്നില്ല. അതും കൂടെ അറിയുമ്പോഴത്തേക്കും കൺമണിക്ക് ആകെ വിഷമമാവുന്നുണ്ട്. തുടർന്ന് സുജാത പറയുന്നുണ്ട്, നിന്നെ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറ്റാനോ അല്ലെങ്കിൽ കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാനോ ഒന്നുമല്ല ഞാനിങ്ങനെയെല്ലാം പറഞ്ഞത്. ഞാൻ ആ രീതിയിലുള്ള ഒരു സ്ത്രീയുമല്ല. എന്നെപ്പറ്റി കുറച്ചൊക്കെ നിനക്കും അറിയാമായിരിക്കുമല്ലോ. വളരെ പോസിറ്റീവായേ ഞാൻ കാര്യങ്ങളൊക്കെ എപ്പോഴും കണ്ടിട്ടുള്ളൂ. സ്നേഹിക്കാനേ എനിക്കറിയാവൂ, നല്ലതിനെ എപ്പോഴും അംഗീകരിക്കും. ഇടയ്ക്ക് ചില വിഷമങ്ങളൊക്കെ വന്നപ്പോൾ എൻ്റെ സ്വന്തം മകൾക്ക് സംഭവിക്കുന്ന പ്രയാസങ്ങളെ പോലെ തന്നെ ഞാൻ വേദനിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് നീ ചെയ്ത നല്ല കാര്യങ്ങളിൽ നിന്നെ അഭിനന്ദിച്ചിട്ടുണ്ട്, നിന്നെ ഓർത്ത് അഭിമാനിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇതെനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല കൺമണി. ഇവിടെ നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ഇപ്പൊ നിന്റെ മുന്നിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ കാതിൽ വീഴുന്നത് മാനസയുടെ കരച്ചിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷം അഭിനയിച്ച് കൂടെ നിൽക്കാൻ പറ്റുന്നില്ല. മനസ്സിലെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ മാനസയോട് കാണിക്കുന്ന നീതികേടായിരിക്കും. ഇത്രയും കേൾക്കുന്നതും കൺമണി കരഞ്ഞു പോകുന്നുണ്ട്. എങ്കിലും കണ്ണീരൊക്കെ തുടച്ചുകൊണ്ട് സുജാതയോടായിട്ട് പറയും, മാഡം, പൂർണ്ണ ഇഷ്ടത്തോടെ അല്ലെങ്കിൽ ഞാൻ കാര്യങ്ങൾ ഇപ്പൊ തന്നെ കൃഷ് സാറിനോട് തുറന്നു പറയാം. ഞാൻ മാഡത്തിനെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞ് ഞാൻ പിന്മാറിക്കോളാം. എന്നാൽ കൺമണിയോട് അതിനു വേണ്ടിയല്ല ഞാൻ പറഞ്ഞതെന്നും, അതുമല്ല അതിനുള്ള സമയവും കഴിഞ്ഞുപോയി. ഇനി ഈ വിവാഹം തന്നെ നടക്കണം. എൻ്റെ ഒരു അവസ്ഥ ഞാൻ നിന്നെ അറിയിച്ചെന്നേ ഉള്ളൂ. ഒരു വീട്ടിൽ ഒന്നിച്ച് കഴിയേണ്ടവരാണ് നമ്മൾ. എപ്പോഴും പരസ്പരം കൃത്യമായിട്ട് മനസ്സിലാക്കണമല്ലോ. ചിലപ്പോൾ നീ കരുതും നിന്നെ മരുമകളായി കിട്ടിയതിൽ ഞാൻ സന്തോഷത്തിന്റെ കൊടുമുടിയിലാണെന്ന്. അത് വേണ്ടാന്ന് അറിയിക്കുകയായിരുന്നു. എനിക്ക് അത്ര ഇഷ്ടമില്ലാതെ നടക്കുന്ന കല്യാണമാണിത്. എന്തായാലും കൺമണിയോട് സുജാത ഈ സംസാരിക്കുന്നതെല്ലാം നമ്മുടെ കൃപ കേട്ടു പോകുന്നുണ്ട്. കൃപയ്ക്കും വിഷമമാകുന്നുണ്ട്. എങ്കിലും അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് റൂമിലേക്ക് കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ അമ്മേ കൺമണിയുടെ കോമഡിയൊക്കെ പറയുന്നത്? നിന്നെ ഇപ്പം ആരാ ഇങ്ങോട്ട് വിളിച്ചതെന്ന് ചോദിക്കുന്ന സുജാതയോട്, അത് ശരി, എൻ്റെ ഏട്ടൻ്റെ ഭാര്യയുടെ വീടാണിത്. എന്ന് വെച്ചാലേ എൻ്റെ ഏട്ടത്തിയുടെ വീട്. ഏട്ടത്തിയുടെ വീടെന്ന് പറഞ്ഞാൽ എൻ്റെയും കൂടെ വീടല്ലേ. എൻ്റെ വീട്ടിൽ എനിക്ക് എവിടെയും വന്നൂടെ? അല്ല, അമ്മായിയമ്മയും മരുമകൾ ഇവിടെ എന്ത് ചെയ്യുകയായിരുന്നു? എന്നെ കൂട്ടാതെ കൊച്ചു വർത്തമാനത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു അല്ലേ? സുജാത ഇപ്പം പറയുന്നുണ്ട്, കൊച്ചു വർത്താനമൊന്നുമല്ല, വലിയ വർത്തമാനം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഞങ്ങൾ വലിയവർ തമ്മിലായിക്കോളാം. കൃപയോട് പോകാൻ പറയുന്നുണ്ട് സുജാത. ശേഷം കൃപ കൺമണിയോടും ചോദിക്കുകയാണ്, എന്താ കൺമണിയുടെ മുഖം ആകെ വല്ലാതിരിക്കുന്നത്? അത് പിന്നെ കൃപ, മാഡത്തിന് ഈ കല്യാണത്തിന് അത്ര സമ്മതമില്ലാന്ന് എന്നോട് പറഞ്ഞു. എന്നാൽ അത് കേൾക്കേണ്ട നിമിഷം കൃപ ചിരിച്ചുകൊണ്ട് കൺമണിയോട് പറയുകയാണ്, എന്റെ കൺമണി, ഞാൻ പറഞ്ഞില്ലേ അമ്മ ഒരു തമാശക്കാരിയാ. കൺമണി ഇനി ചിരിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. സുജാതയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. കൃപയോട് പറയുന്നുണ്ട്, എന്നെ കരയിച്ചിട്ട് നീ അതിലും സന്തോഷം കാണുകയാണല്ലേ? ഞാൻ പറഞ്ഞത് തമാശയൊന്നുമല്ല, കാര്യമായിട്ട് തന്നെയാ. എനിക്ക് ഈ വിവാഹത്തിൽ തൃപ്തിയില്ല എന്നുള്ളത് നിനക്കും അറിയാലോ. ഇപ്പൊ കൃപ, അമ്മേ, ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ കാര്യത്തിൽ രണ്ടു പേരുടെ തൃപ്തി ആവശ്യമുള്ളൂ. ഏട്ടന്റെയും കൺമണിയുടെയും രണ്ടുപേർക്കും പൂർണ്ണ തൃപ്തിയാ. അതുകൊണ്ട് അമ്മ ഈ അവസാന നിമിഷം ഒരു കോമഡി ക്യാരക്ടർ ആവല്ലേ. ഇനി ഒറ്റക്കെട്ടായി നിന്ന് നമുക്ക് ഈ കല്യാണം അങ്ങ് നടത്തി കൊടുക്കാന്നേ. ഇത് നമ്മുടെ പ്രിയപ്പെട്ട ചീഫ് ഗസ്റ്റ് അല്ലേ, നമ്മുടെ കൺമണിക്കുട്ടി. കൃപ ഇങ്ങനെയെല്ലാം പറഞ്ഞ് സുജാതയെ ഹാപ്പിയാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സുജാത വിട്ടുകൊടുക്കുന്നില്ല. കൺമണി നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായിരിക്കും,
പക്ഷേ എനിക്ക് അങ്ങനെ അല്ലാന്നൊക്കെ പറയുകയാണ്. പിന്നെ നീ എന്നോട് തർക്കിക്കാനും വരണ്ട കേട്ടോ, ഞാൻ നിന്റെ അമ്മയാ, അല്ലാതെ നീ എൻ്റെ അമ്മയൊന്നും അല്ല. കൃപ അപ്പം നല്ലത് തിരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാനാണ് അമ്മയുടെ സ്ഥാനത്തെങ്കിലേ നല്ലൊരു ചടങ്ങ് നടക്കുന്നതിനിടയിൽ അമ്മയെ ഈ രീതിയിൽ സംസാരിക്കാൻ അനുവദിക്കില്ലായിരുന്നു. ഇതിനിടയിൽ കൺമണി വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ വഴക്കടിക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞല്ലോ ഈ കല്യാണത്തിന് ഇഷ്ടമല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറാം, കുഴപ്പമില്ല. എന്നാൽ കൃപ വന്നിട്ട് കൺമണിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയാണ്, ഇനി അങ്ങനെ പിന്മാറാനൊന്നും പറ്റില്ല, താലികെട്ട് വരെ കഴിഞ്ഞു, ഇനി നടക്കാൻ പോകുന്ന ചടങ്ങുകളൊക്കെ വെറും പേരിന് മാത്രം. അതും കൂടെ ആകുമ്പോഴത്തേക്കും സുജാതയ്ക്ക് ആകെ ദേഷ്യം വരികയാണ്. അവിടെ നിന്ന് പോകുന്നുണ്ട്. കൺമണിയാണെങ്കിൽ ഒറ്റ കരച്ചിൽ. കൃപ കൺമണിയെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൺമണി ചോദിക്കുകയാണ്, മാഡത്തിന് ഇഷ്ടമല്ലാതെ ഞാൻ ആ വീട്ടിലേക്ക് വരികയെന്ന് വെച്ചാൽ എനിക്ക് എന്തോ പോലെ. അതേസമയം കൃപ കൺമണിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ട് ഈ ലോകത്ത് എന്ത് കാര്യമാണ് കൺമണി നടന്നിട്ടുള്ളത്? സത്യത്തിൽ അമ്മ വെറും പാവമാ, ഒക്കെ ആ ആന്റിയമ്മ ഇളക്കി വിടുന്നത്. അമ്മയ്ക്ക് പണ്ട് കൺമണിയെ എന്ത് ഇഷ്ടമായിരുന്നെന്നറിയോ? കൺമണിയെപ്പോലെ ഒരാളാണ് കൃഷ്ണന് ഏറ്റവും യോജിച്ചതെന്ന് അമ്മ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടെന്നറിയോ? അത് കേൾക്കുമ്പോൾ കൺമണിയും പ്രതീക്ഷയോടെ സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ, സത്യം കൺമണി, ഈ താലിയാണേ സത്യം. അമ്മയുടെ ഈ കുഞ്ഞു ദേഷ്യമൊക്കെ കല്യാണം കഴിഞ്ഞാൽ അടുത്ത ദിവസം അങ്ങ് മാറില്ലേ? ഈ കൺമണിക്കുട്ടി അങ്ങ് മാറ്റിയെടുക്കില്ലേ? കൺമണിയുടെ കവിളെല്ലാം പിടിച്ചു വലിച്ച് കൃപ ഇത് പറഞ്ഞപ്പോൾ കൺമണിയും പിന്നെ ഹാപ്പി ആവുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. ഇവിടെ സാഗർ ആണെങ്കിൽ പുറത്തിങ്ങനെ മാറി ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ശ്രീനിവാസൻ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് സാഗറിന്റെ അടുത്തേക്കായിട്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നും, വിവാഹ തീയതി ഇപ്പൊ തീരുമാനിക്കാൻ പോവുകയാണല്ലോ, പക്ഷെ സാറേ മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ടല്ലോ. അത് പിന്നെ ഒരു വിവാഹം എന്ന് പറയുമ്പോൾ വധുവിന് പൊന്നും പണവും ഒക്കെ കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടല്ലോ. ശ്രീനി ഇത്രയും പറയുന്നതും സാഗറാണെങ്കിലും ആ ശരിയാ, അതിനെപ്പറ്റി ഞാൻ പറഞ്ഞതേ ഇല്ല. അല്ല, ശ്രീനിവാസൻ എത്ര പവൻ സ്വർണം തരാൻ പറ്റും? മിനിമം ഒരു 250 വേണം. പിന്നെ 1-2 ഫ്ലാറ്റ്, കാറ്, ഇതങ്ങോട്ട് കേൾക്കുന്നതും ശ്രീനിവാസനാകെ വല്ലാണ്ടായി പോകുന്നുണ്ട്. എന്നാൽ തൊട്ടടുത്ത നിമിഷം സാഗർ ചിരിച്ചുകൊണ്ട് പറയും, ഞങ്ങൾക്ക് ശ്രീനിവാസൻ വലിയൊരു ദാനമാണ് തരാൻ പോകുന്നത്, ശ്രീനിയുടെ മകൾ കൺമണിയെ. അത് മതി, ഇനി അതിനെക്കുറിച്ചൊരു ചോദ്യമേ വേണ്ട. ശ്രീനിക്കും പിന്നെ ആശ്വാസമാകും. അപ്പോഴേക്കും സുജാത വന്നിട്ട് സാഗറിനെ വിളിക്കുന്നുണ്ട്, നമുക്കിനി പോകാം എന്ന് പറഞ്ഞിട്ട്. അവരെങ്ങനെ പോകാൻ തയ്യാറെടുക്കുന്നതും നമ്മുടെ അമ്മായിമാര് അവരുണ്ടാക്കിയ മധുരപലഹാരങ്ങളെല്ലാം കൊണ്ടുവരികയാണ് അവർക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട്. സുജാത എന്താണെന്ന് ചോദിക്കുമ്പോൾ, ഇത് കുറച്ച് മധുരപലഹാരങ്ങളാ, നിങ്ങൾക്ക് തരാൻ വേണ്ടി ഉണ്ടാക്കിയതാ എന്നിങ്ങനെ അവരെ അറിയിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ടെന്ന് പറയുകയാണ് കേട്ടോ സുജാത. അപ്പൊ ശ്രീനിവാസൻ സുജാതയെ അറിയിക്കുന്നുണ്ട്, അത് പിന്നെ ഈ ഭാഗത്തൊക്കെ ഉള്ള ഒരു ചടങ്ങാണ്. പെണ്ണിന്റെ വീട്ടുകാരും ചെക്കന്റെ വീട്ടുകാരും തമ്മിൽ സംസാരിച്ചെല്ലാം ധാരണയിലായി കഴിഞ്ഞാൽ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് പലഹാരങ്ങൾ കൊടുത്തയക്കും. മാഡം കൺമണിക്ക് വളയിട്ട് കൊടുത്തില്ലേ, അതുപോലെ തന്നെ. പക്ഷെ എന്നിട്ടും സുജാത പറയും ഇതൊന്നും വേണ്ടാന്ന് തന്നെ, നേരത്തെ പായസം പോലെ തന്നെ ആവില്ലെന്ന് എന്താ ഉറപ്പ്? എന്നാൽ സുജാത ഓരോ കാര്യം പറയുമ്പോഴും സുജാത വെറുതെ തമാശ പറയുകയാണെന്ന് പറഞ്ഞ് സാഗർ സുജാതയുടെ വാക്കുകളൊക്കെ അവഗണിക്കുകയാണ്. അതുപോലെ തന്നെ ഇത്തവണയും സുജാത പറയുന്നതെല്ലാം കേട്ട് ചിരിച്ചു തള്ളി അമ്മായിമാരോട് പലഹാരങ്ങളെല്ലാം കാറിൽ തന്നെ വെക്കാൻ പറയുകയാണ് സാഗർ. അപ്പോഴേക്കും നമ്മുടെ കൃപയും കൺമണി ഇറങ്ങി വരുന്നുണ്ട് പുറത്തേക്ക്. കൺമണിയെ കാണുന്നതും മുഖം തിരിച്ചുകൊണ്ട് ഞാൻ കാറിലിരിക്കാന്ന് പറഞ്ഞിട്ട് സുജാത കാറിനകത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് സുജാതയുടെ ഈ പെരുമാറ്റം കൊണ്ട് കൺമണിക്ക് വിഷമം ഉണ്ടായെന്ന് മനസ്സിലാക്കുന്ന സാഗർ ആണെങ്കിൽ കൺമണിയോട് പറയുന്നുണ്ട്, കുറച്ചു ദിവസം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം, പക്ഷെ മോളെ സുജാത ഒരു പാവമാ, അത് മോൾക്ക് തനിയെ മനസ്സിലാകും. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാവരും നിന്നെ ഇഷ്ടപ്പെട്ടോളും. അങ്ങനെയാണ് നിന്റെ ഗുണങ്ങൾ. പിന്നെ എന്ത് വിഷമങ്ങൾ വന്നാലും എന്നോട് പറഞ്ഞേക്കണം, ഞാൻ കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും. ഞാനല്ല, ഞങ്ങൾ കട്ടയ്ക്ക് കൂടെ ഉണ്ടാവുന്ന കൃപയും കൂടെ ചേർത്ത് പിടിച്ചാണ് സാഗർ കൺമണിക്ക് ഉറപ്പ് കൊടുക്കുന്നത്. അങ്ങനെ കൺമണിയോടും ശ്രീനിവാസനോടും അമ്മായിമാരോടും ഒക്കെ യാത്ര പറഞ്ഞ് കൃപയും സാഗറും പോവുകയാണ്. അവരെല്ലാം പോയി കഴിഞ്ഞതും ശ്രീനിയും കൺമണിയോട് പറയുന്നുണ്ട്, നീ ഭാഗ്യമുള്ളവളാ മോളെ, കൃഷ് സാറിന്റെ അമ്മയ്ക്ക് കുറച്ച് ഇഷ്ടക്കേടുണ്ട്, നീ വേണം അതെല്ലാം മാറ്റിക്കൊടുക്കാനെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കൺമണിക്ക്. അതിനുശേഷം കാണിക്കുന്ന ബലരാമനെ സഹദേവൻ വിളിക്കുകയാണ്. സഹദേവനാണെന്ന് അറിയുന്നതും ബലരാമനാകെ ദേഷ്യം വരുന്നുണ്ട്. തനിക്കിപ്പോൾ എന്താ വേണ്ടത്? ക്യാഷ് വല്ലതും വേണോ? അല്ല, ക്യാഷ് തരുന്നവർക്ക് സഹദേവൻ എന്തും ചെയ്തു കൊടുക്കുമല്ലോ. അത് കേൾക്കുന്നതും സഹദേവൻ ബലരാമനെ അറിയിക്കുന്നുണ്ട്, പക്ഷെ സാർ, ഞാൻ ഇത്തവണ വിളിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, അതെൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാ, സുമിത്ര മാഡത്തിന് വേണ്ടി. സുമിത്രയ്ക്ക് വേണ്ടിയും കൂടെ ആണെന്ന് അറിയുന്നതും ബലരാമൻ ഒന്നുകൂടെ ദേഷ്യമാവുകയാണ്. വഴിയിൽ പോകുന്നവരെയൊക്കെ എൻ്റെ അമ്മയൊക്കെ കെട്ടിവെക്കുകയാണോ? സഹദേവൻ ആള് തെറ്റി. എൻ്റെ അമ്മയുടെ പേര് സുജാത എന്ന, സുമിത്ര എന്നല്ല. പിന്നീട് സുമിത്രയും കൂടെ കേൾപ്പിച്ച് ലൗഡ് സ്പീക്കറിലിട്ട് സഹദേവൻ ബലരാമനോട് പറയാണ്, സുമിത്ര മാഡത്തിന് സാറിന് അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റുമോ? എന്നെ തള്ളിക്കളഞ്ഞവരെ എനിക്ക് തള്ളിക്കളയാൻ പറ്റുമോ? നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ പറ. അപ്പോൾ സഹദേവൻ ബലരാമനോട് ആവശ്യപ്പെടുകയാണ്, സുമിത്ര മാഡത്തിനെയും ബാലഗോപാൽ സാറിനെയും ജയിലിൽ നിന്ന് ഇറക്കാൻ സാർ ഒന്ന് സഹായിക്കണം. സാറിന് ഹോം സെക്രട്ടറി ആയിട്ടൊക്കെ നല്ല അടുപ്പമുണ്ടല്ലോ, സാർ ഒന്ന് ശുപാർശ ചെയ്യണം. അത് കേൾക്കുന്നതും സഹദേവനോട് നാണോ ഇല്ലോ എന്ന് ചോദിച്ചു പോവുകയാണ് ബലരാമൻ. താനിട്ടിരിക്കുന്ന യൂണിഫോമിനെ ഒന്ന് ബഹുമാനിക്കാതെയും കുറ്റവാളികൾക്ക് വേണ്ടി ജാമ്യം എടുക്കുന്നു. എന്തായാലും സഹദേവൻ ബലരാമനോട് സംസാരിച്ചിട്ട് രക്ഷയില്ലെന്ന് മനസ്സിലാക്കുന്ന സുമിത്ര സ്വയം സംസാരിക്കാൻ തയ്യാറാവുകയാണ്. ഓനെന്ന് വിളിക്കുമ്പോൾ, ഓ അടുത്തുണ്ടായിരുന്നല്ലേ,
എനിക്ക് തോന്നി. അപ്പോൾ സുമിത്ര പറയുന്നുണ്ട്, മോനെ ഇത്രയും ദേഷ്യം കാണിക്കാൻ ഞാനും നിന്റെ അച്ഛനും എന്ത് അപരാധമാണ് കാണിച്ചത്? വളർത്തി വലുതാക്കിയതാണോ? അപ്പോൾ ദേഷ്യത്തോടെ തന്നെ ബലരാമൻ തിരിച്ചു പറയുന്നുണ്ട്, വളർത്തിയതിൻ്റെയും വലുതാക്കിയതിൻ്റെയും ഒന്നും കഥ എന്നോട് പറയണ്ട. എന്നെ വളർത്തിയത് എനിക്ക് വേണ്ടിയായിരുന്നില്ല, നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു, നിങ്ങളുടെ പ്രതികാരം തീർക്കാൻ. പക്ഷേ ദൈവം എന്നൊരാളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ദൈവം എനിക്ക് ശരിയും തെറ്റും കാണിച്ചു തന്നു. ഇത്രയും കേൾക്കുമ്പോഴത്തേക്കും സുമിത്ര തന്റെ പതിവ് അടവെടുക്കുകയാണ്. ബലരാമന് മുമ്പിൽ കരയുന്ന പോലെയൊക്കെ ആക്ട് ചെയ്യുന്നു. എന്നിട്ട് പറയുകയാണ്, നിനക്കിനി ഒന്നും പറയാൻ പറ്റില്ല. ജന്മം തന്ന് വഴിയിൽ വലിച്ചെറിഞ്ഞ് കളഞ്ഞവരല്ലേ നിനക്കിപ്പോൾ വേണ്ടപ്പെട്ടവർ. വളർത്തിയവരും ലോകം കാണിച്ചു തന്നവരും ഒക്കെ നിന്റെ മനസ്സിൽ പുറത്ത്. നോക്ക്, ഒരു സുപ്രഭാതത്തിലല്ല നീ ഇന്നീ കാണുന്ന ലെവലിലെത്തിയത്. നീ പിച്ച വെച്ച് നടന്നത് മുതൽ നിന്റെ കൂടെ നടന്നവരാണ് ഞങ്ങൾ രണ്ടുപേരും. നിന്റെ സന്തോഷം മാത്രമേ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിന്റെ ഈ അവസ്ഥയിൽ ഞങ്ങൾ ഹൃദയം തുറന്ന് സന്തോഷിക്കുകയാണ് ഇപ്പോൾ. ഇനി എന്ത് കാരണത്തിനാണെങ്കിലും ശരി, അമ്മയും അച്ഛനും ഈ കാരാഗ്രഹത്തിൽ വന്ന് പെട്ടുപോയി. സാക്ഷി കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ നീ ഞങ്ങളെ പുറത്തിറക്കാൻ സഹായിക്കണം ബലരാമ. നീ ഇപ്പൊ ശരിയുടെയും തെറ്റിന്റെയും സ്കെയിൽ വെച്ച് എല്ലാം അളക്കുന്നില്ലേ? അതുപോലെ ഞങ്ങളും മുമ്പ് ചെയ്തിരുന്നെങ്കിൽ നീ വഴിയിൽ വീണു പോയേനെ. ഞങ്ങളുടെ ചോരയല്ലല്ലോ, പിന്നെ എന്തിന് ആഹാരം കൊടുക്കണമെന്ന് ഞങ്ങൾ ആലോചിച്ചിരുന്നെങ്കിൽ ഇന്ന് നീ ഇല്ല. ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല. നിനക്ക് അല്പമെങ്കിലും മനുഷ്യത്വം ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങളോട് സഹതാപം കാണിച്ചാൽ മതി, അല്ലെങ്കിൽ വിട്ടേക്ക് മോനെ. ഞാനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. മിത്ര പറയുന്നതെല്ലാം കേട്ട് നിൽപ്പുണ്ട് ബലരാമൻ. അവസാനം ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് തന്നെ പറയുകയാണ്. സുമിത്ര ചോദിക്കുന്നുണ്ട്, പൂർണ്ണ മനസ്സോടെ തന്നെയാണല്ലോ നീ അങ്ങനെ പറഞ്ഞത് അല്ലേ? മതി, എന്തായാലും എനിക്ക് അത്രയും കേട്ടാൽ മതി എന്നും കൂടെ പറഞ്ഞിട്ട് സുമിത്ര ഫോൺ വയ്ക്കുകയാണ്. പ്രതികാരച്ചിരി ചിരിച്ചു നിൽക്കുന്ന സുമിത്രയെ കണ്ടിട്ട് മാഡത്തിനെ സമ്മതിച്ചിരിക്കുന്നു എന്ന് അഭിപ്രായം പറയുകയാണ് സഹദേവൻ. അപ്പൊ സുമിത്ര പറയുന്നുണ്ട്, ഞാൻ ആരാണെന്നോ നിന്റെ വിചാരം? ഞാൻ ഉദ്ദേശിച്ച കാര്യം അവനെ കൊണ്ട് സാധിപ്പിച്ചിരിക്കും എന്ന് തന്നെ പ്രതീക്ഷയോടെ പറഞ്ഞു നിൽക്കുകയാണ് സുമിത്ര. അപ്പോൾ ധനലക്ഷ്മിയെ പുറത്താക്കാനുള്ള നടപടികളൊക്കെ അമ്മായിമാരെടുത്തു കഴിഞ്ഞു. ധനലക്ഷ്മിയെ അടിച്ച് പുറത്താക്കുന്നത് കണ്ടിട്ട് ശ്രീനിവാസനൊക്കെ ആണെങ്കിലും ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം? അപ്പൊ അമ്മായിമാര് പറയാണ്, ഇവളുടെ വീട്ടിൽ പോകുമെന്ന് ഭീഷണി. എങ്കിൽ പിന്നെ പൊയ്ക്കോട്ടെ എന്ന് ഞങ്ങളും കരുതി. പെട്ടിയും സാധനങ്ങളും ഒക്കെ കിടക്കുന്നു. നിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് വേഗം സ്ഥലം വിട്ടോ. ഇത്ര വലിയ ദ്രോഹമാണ് നീ ഞങ്ങളോട് ചെയ്തത്. വന്നവരുടെ മുമ്പിൽ ഞങ്ങൾ അപമാനിച്ചു. പക്ഷേ ശ്രീനിവാസൻ അമ്മായിമാരോട് പറയുന്നുണ്ട്, ഒരു നല്ല കാര്യം നടന്ന ദിവസമല്ലേ, അതുകൊണ്ട് ധനലക്ഷ്മിക്ക് മാപ്പ് കൊടുത്തേക്കാന്ന്. ധനലക്ഷ്മി അതിനെയും പുച്ഛിക്കുകയാണ്. മാപ്പോ? ആർക്ക്? എനിക്കോ? എനിക്കാരുടെയും മാപ്പൊന്നും വേണ്ട. എന്നെ ഒറ്റപ്പെടുത്തിയിട്ട് ആരും അങ്ങ് ജയിച്ചു കളയാമെന്നും കരുതണ്ട. ഒരു പണക്കാരൻ വീട്ടിൽ വരാൻ പോകുന്നെന്ന് അറിഞ്ഞപ്പോ എല്ലാവരുടെയും കഞ്ഞങ്ങ് മഞ്ഞളിച്ചു. എന്റെ ഔദാര്യം കൊണ്ടാ ഇവിടെ എല്ലാവരും ഭക്ഷണം കഴിച്ചിരുന്നത്. ഈ വെളുപ്പും കൊഴുപ്പും ഒക്കെ എന്റെ ചോറ. ഇത്രയും കേൾക്കുന്നതും ധനലക്ഷ്മിയെ തുടർന്ന് പറയാൻ അനുവദിക്കുന്നില്ല അമ്മായിമാര്. നിർത്താൻ പറഞ്ഞ് അലറുന്നുണ്ട്. ഇനി നിന്നെ ഞങ്ങൾ ഇവിടെ തുടരാൻ അനുവദിക്കില്ല. ഞങ്ങൾക്ക് മനസ്സിലായി നിന്റെ സ്വഭാവം. കൺമണിക്കൊരു നേട്ടം വരാൻ പോകുന്നെന്ന് അറിഞ്ഞപ്പോ നിനക്കങ്ങോട്ട് ഇരിക്കപ്പെടുത്തിയില്ല അല്ലേ? പക്ഷെ കൺമണി ഇതിനിടയിൽ കയറി അമ്മായിമാരോടൊന്നും പറയണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ കൺമണിയും പരിഹസിക്കാൻ തുടങ്ങുന്നുണ്ട് ധനലക്ഷ്മി. അയ്യോ, എന്തൊരനുകമ്പ. ഞാനേ ധനലക്ഷ്മിയെ എത്രയൊക്കെ ഗതികെട്ടാലും നിന്റെ ഒന്നും മുമ്പിൽ ഞാൻ കൈനീട്ടി വരില്ല. ധനലക്ഷ്മി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് കൺമണിക്ക് മനസ്സിലാവുന്നില്ല. ഏട്ടത്തി എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മായിമാര് പറഞ്ഞു കൊടുക്കാണ് കൺമണിക്ക്, നിനക്കൊരു നേട്ടം ഉണ്ടാവുന്നു, നീ അലിഗയുടെ ആളാവുന്നു എന്നറിയുമ്പോഴേ ഇവൾക്ക് അസൂയ, അതാണ് ഇതിന്റെ പിന്നിൽ. എന്നാൽ ധനലക്ഷ്മി പിന്നെയും പുച്ഛിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് കൺമണിയെ. ഓ, പിന്നെ ഇവൾ അലിഗയുടെ ആളോ? അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കുക, ഇപ്പൊ തന്നെ ആളാക്കും. സുജാത കൊച്ചമ്മയുടെ മോന്ത കണ്ടായിരുന്നു, ഇഞ്ചി കടിച്ചതുപോലെയായിരുന്നു. നമുക്ക് കാണാം എന്തൊക്കെ മേളങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നതെന്ന്. ധനലക്ഷ്മിയോട് ഇങ്ങനെയുള്ള വർത്താനങ്ങളൊന്നും ഇനി പറയേണ്ടെന്ന് വിലക്കുന്നുണ്ട് ശ്രീനിവാസൻ. എന്നാൽ അമ്മായിമാര് പറയും, വിലക്കുക മാത്രമല്ല ഏട്ടാ, ഇവളിനി ഈ വീട്ടിൽ വേണ്ട. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ തന്നെ ധനലക്ഷ്മിയോട് തറപ്പിച്ച് പറയുന്നുണ്ട് അവര്. ധനലക്ഷ്മിയാണെങ്കിലും വാശിയോടെ, ആ ശരി, ഞാൻ എൻ്റെ വീട്ടിൽ പോവുക, എല്ലാവരും ഉറപ്പിച്ചോ, പാമ്പിനെയാണ് നോവിച്ചു വിടുന്നത് എന്ന് പറഞ്ഞ് ബാഗെല്ലാം എടുത്ത് പോകാൻ ഇറങ്ങുകയാണ് ധനലക്ഷ്മി. അമ്മായിമാരാണെങ്കിൽ പൂർണ്ണ പിന്തുണയും കൊടുക്കുന്നുണ്ട് അതിന്. എന്നാൽ കൺമണിക്ക് ശ്രീനിവാസനും വിഷമമുണ്ട് ധനലക്ഷ്മി പോകുന്നതിൽ. കൺമണിയാണെങ്കിലും പിന്നീട് വന്നിട്ട് ഏട്ടത്തി പോകണ്ട ഒക്കെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ധനലക്ഷ്മി പോവാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ അമ്മായിമാര് പിടിച്ച് തള്ളുന്നുകൊണ്ട് ഇറങ്ങിപ്പോടിയെന്ന് പറഞ്ഞ് തന്നെ ആട്ടി പുറത്താക്കുകയാണ് അവര്. അതിനുശേഷം കാണിക്കുന്നത് സാഗറും കൃപയും കൂടെ സന്തോഷത്തോടെ അമ്മായിമാര് തന്നയച്ച പലഹാരങ്ങളെല്ലാം അകത്തേക്ക് കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. ആന്റിയമ്മയോടും പറയുന്നുണ്ട്, ആന്റിയമ്മേ വെറൈറ്റി പലഹാരങ്ങളൊക്കെ ഉണ്ട്, മായ ചേർക്കത്ത നല്ല അസൽ നാടൻ പലഹാരങ്ങൾ കൺമണിയുടെ വീട്ടിൽ നിന്ന് തന്നു വിട്ടതാ ചടങ്ങിന്റെ ഭാഗമായിട്ട്. മുറുക്ക്, അച്ചപ്പം, നെയ്യപ്പം, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. പെട്ടി പൊട്ടിച്ച ആന്റിയമ്മ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യേ. ഇതങ്ങോട്ട് അറിയുന്നത് ആന്റിയമ്മ ചാടി എഴുന്നേറ്റ് അവരുടെ നേരെ ഷൗട്ട് ചെയ്യുന്നുണ്ട്, ഓ പിന്നെ തിന്നാനും കുടിക്കാനും ഇല്ലാതെ കഴിയല്ലേ ഇവിടെ, ഇതൊന്നും കണ്ടിട്ടുമില്ലല്ലോ. അവർക്കറിയാം പഞ്ചാര വാക്കും പറഞ്ഞ് 2 നെയ്യപ്പവും പൊതിഞ്ഞ് കൊടുത്തു വിട്ടാൽ ഇവിടെയുള്ളവരങ്ങ് മയങ്ങിപ്പോകുമെന്ന്. നിനക്ക് നാണമില്ലേ സുജു ഇതെല്ലാം കെട്ടിപ്പോഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ? അവരുടെ മുഖത്തേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞ് കൊടുക്കാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വല്ല പിച്ചക്കാർക്കും കൊടുക്കാൻ പാടില്ലായിരുന്നു. ആന്റിയമ്മയുടെ ഈ പരാക്രമമൊക്കെ കണ്ടിട്ട് സാഗറിന് ദേഷ്യമാവുന്നുണ്ട്. സാഗർ പറയുന്നുണ്ട്, ആന്റിയമ്മേ
കുറച്ച് ദിവസങ്ങളായിട്ട് ആന്റിയമ്മ പരിധി വിട്ടാണ് സംസാരിക്കുന്നത്. എന്നാൽ ആന്റിയമ്മ തിരിച്ചു പറയുക, പരിധി വിട്ടെന്നോ? ആര്? ഞാൻ അന്നും ഇന്നും ഒറ്റ സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനി സ്വർണത്തിൽ പൊതിഞ്ഞ അച്ചപ്പം തലയ്ക്ക് മീതെ തട്ടിയാലും ശരി, ചേച്ചിയമ്മയുടെ മനസ്സ് ഇളകില്ല. അതേസമയം സുജാതയും ആന്റിയമ്മയെ അറിയിക്കുന്നുണ്ട്, ഞാനും പൂർണ്ണ ഇഷ്ടത്തോടെയൊന്നും അല്ല പോയത്. അത് ആന്റിയമ്മയ്ക്ക് അറിയാലോ. ഇതിന്റെ ദേഷ്യം ഞാൻ അവിടെ തുറന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തു. പായസത്തിൽ പഞ്ചസാരയ്ക്ക് പോരെ അവർ ഉപ്പിട്ട് തന്നിരിക്കുന്നു. സുജാത പറയുന്നതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് സാഗറും.